സൂപ്പർ കൺമണി പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമൻ്റെ അമ്മ കൺമണിയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, കൺമണിയുമായി ബലരാമൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യണ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ബലരാമൻ്റെ അമ്മ പറയുകയാണ്, സ്നേഹിച്ചാൽ അവൻ ജീവൻ തന്നെ കൊടുക്കും, അവനെ വെറുത്താൽ അവനെ ആരെങ്കിലും ചതിച്ചാൽ അവൻ ഒരിക്കലും അവരോടത് ക്ഷമിക്കുകയുമില്ല, പൊറുക്കുകയുമില്ല, അവൻ വെറുക്കുക തന്നെ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ മനോജിൻ്റെ മുഖഭാവം മാറുകയാണ്. ഇത് കഴിഞ്ഞ് ബലരാമൻ്റെ അമ്മ പറയുകയാണ്, മോളെ കൺമണി, നീ എപ്പോഴാണ് BR ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ. അപ്പോൾ കൺമണി ഒന്നും മിണ്ടുന്നില്ല. നിൻ്റെ ചേട്ടൻ്റെ കമ്പനിയിൽ എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്നിട്ടും കൺമണി ഒന്നും മിണ്ടുന്നില്ല. ഇത് കഴിഞ്ഞ് 10 ലക്ഷം രൂപ കൺമണിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. മോൾ വരച്ച ഡിസൈനുള്ള പ്രതിഫലമാണെന്ന്. അപ്പോൾ കൺമണി പറയും, എനിക്ക് വേണ്ടാന്ന്. ഇല്ല, മോൾ ചെയ്ത ജോലിയുടെ പ്രതിഫലമാണ്, അതുകൊണ്ട് മോൾ പൈസ വാങ്ങുക തന്നെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ കൺമണി അച്ഛനെയും നോക്കും, ചേട്ടനെയും നോക്കും. അപ്പോൾ ചേട്ടൻ പറയും വാങ്ങാൻ. അപ്പോൾ കൺമണി വാങ്ങിച്ചിട്ട് പറയും, നേരത്തെ ചെയ്ത ഡിസൈനൊന്നും മോൾക്ക് തക്കതായ പ്രതിഫലം കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇത് മോള് വാങ്ങിച്ചോ എന്ന് പറയും. അപ്പോൾ കൺമണിയുടെ അടുത്ത് ചോദിക്കും, എന്താ നിനക്ക് ഇത്രയും പൈസ തന്നിട്ട് നിൻ്റെ മുഖഭാവം ഒന്നും മാറാത്തത്? ഇതാണ് പറയുന്നത്, നിറകുടം ഒരിക്കലും തുളുമ്പാറില്ല എന്ന് പറയും. ഇത് കഴിഞ്ഞ് കൺമണി ആ കാശ് ധനലക്ഷ്മി വിചാരിക്കുക ഈ കാശ് ധനലക്ഷ്മിയുടെ ഏൽപ്പിക്കുന്ന, പക്ഷേ കൺമണി അത് അച്ഛൻ്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്, അച്ഛൻ തന്നെ സൂക്ഷിച്ചോ എന്ന് പറയും. ഇത് കഴിഞ്ഞ് ബലരാമൻ്റെ അമ്മ യാത്ര പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനോജ് കാറിൽ കയറ്റി വിടുമ്പോൾ മാഡം എവിടെ പോകുന്നു ചോദിക്കുമ്പോൾ, ഞാൻ വീട്ടിലേക്കല്ല, ഞാൻ അമ്പലത്തിലേക്കാണ് പോകുന്നത്, വഴിപാടുണ്ട്. ഇത് കഴിഞ്ഞ് ബലരാമൻ്റെ അമ്മ അമ്പലത്തിലേക്ക് പോകുമ്പോൾ സുജി അവിടെ വരും, കൃഷ്ണന് വേണ്ടി പൂജ ചെയ്യാൻ വരുന്നു. തേങ്ങ ഉടയ്ക്കാൻ കൈ ഓങ്ങുമ്പോൾ ബലരാമൻ്റെ അമ്മയും തേങ്ങ ഉടയ്ക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, ശിവനും പാർവതിക്കും ഏറ്റവും കൂടുതൽ മകൻ്റെ അടുത്താണല്ലോ സ്നേഹം, അതുപോലെ ഞങ്ങൾക്കും ബലരാമൻ്റെ അടുത്താണ് സ്നേഹം. അവൻ്റെ കമ്പനിയിലെ ഡിസൈൻ മത്സരിക്കാൻ ഡൽഹിയിലേക്ക് പോകുന്നു. ഇതിൽ എൻ്റെ മകൻ്റെ ഡിസൈൻ തന്നെ വിജയിക്കണമെന്ന് ഞാൻ 1001 തേങ്ങ ഉടച്ചോളാം എന്ന് പറയുമ്പോൾ സുജിയും തേങ്ങ ഉടയ്ക്കാൻ കൈപൊക്കുമ്പോൾ അതിന് മുമ്പ് ബലരാമൻ്റെ അമ്മ തേങ്ങ ഉടയ്ക്കുകയാണ്. സുജി ആകെ പകച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, സുജിയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സുജി തിരിച്ച് ചോദിക്കാൻ, എന്നെ അറിയാമോ? ഓ അറിയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ വന്നപ്പോൾ കണ്ടല്ലോ, ആരോ പറഞ്ഞു സുജി അലിക ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സാഗറിൻ്റെ ഭാര്യയാണെന്ന്. അപ്പോൾ ബലരാമൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ, ഇങ്ങൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ ബലരാമൻ്റെ അമ്മയാണ്, എൻ്റെ മകനും ഒരു കമ്പനിയുണ്ട്, ഡിസൈനിങ് കമ്പനിയാണ്, അതിൻ്റെ പേരാണ് DR ഗ്രൂപ്പ്, മകൻ്റെ പേര് ബലരാമൻ എന്ന് കേൾക്കുമ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് സുജി. ഇതാണല്ലോ നമ്മളുടെ കമ്പനിയുമായിട്ട് പൊരുതുന്നത്, നമ്മളുടെ ഒറ്റ പോരാളി എന്ന് മനസ്സിൽ സുജി വിചാരിക്കുകയാണ്. കേൾക്കുമ്പോൾ സുജി ആകെ പകച്ചാണ് നിൽക്കുന്നത്. നമ്മളുടെ കമ്പനിയായിട്ട് മത്സരിക്കുന്ന ബലരാമൻ്റെ കമ്പനിയാണോ ഇത്, സുചിത്രയുടെ മകൻ എന്ന് ചിന്തിച്ച് വിഷമത്തിൽ സുജിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ് മനോജ് ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ കൺമണി വരികയാണ്. ചേട്ടാ എന്ന് വിളിച്ചിട്ട്, എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ, ചേട്ടാ അച്ഛൻ്റെ ഓപ്പറേഷത്തിനുള്ള ഡേറ്റ് എടുക്കണം, ഈ മേഡം കൊണ്ടു തന്ന 10 ലക്ഷം രൂപയുണ്ടല്ലോ, അതെടുത്ത് നമുക്ക് അച്ഛനെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയും. അപ്പോൾ മനോജ് പറയും, വേണ്ട, മോൾക്ക് തന്ന പൈസയല്ലേ, അത് മോൾ തന്നെ സൂക്ഷിച്ചോ, ചേട്ടൻ പൈസ കണ്ടെത്തി അച്ഛന് ഓപ്പറേഷൻ ചെയ്തോളാമെന്ന് പറയും. ഇല്ല ചേട്ടാ, എൻ്റെ പൈസയിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അത് ഞാൻ നേരത്തെ തീരുമാനിച്ച് വെച്ചതാണ്, അതുകൊണ്ട് ചേട്ടൻ എതിരൊന്നും പറയില്ലേ, അതുകൊണ്ട് ചേട്ടൻ ഡേറ്റ് എടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ മനോജ് പറയും, ശരി, ഞാൻ ഡേറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കാറിൽ കയറി മനോജ് പോകുമ്പോൾ ധനലക്ഷ്മി വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങ് വാ കൺമണി എന്ന് ചോദിക്കും. അപ്പോൾ എന്താണെന്ന് കേൾക്കുമ്പോൾ ധനലക്ഷ്മി പറയുകയാണ്, എന്ത് പാട്, കൊല്ലാൻ വിളിച്ചാലും വളർത്താൻ പിടിച്ചാലും കിയോ എന്ന് എന്നെ വിളിക്കുന്ന. ഇല്ല, എന്താ ഏട്ടത്തി എന്നാണ് ചോദിച്ചത്. അത് നിനക്ക് ഈ ഡിസൈനുള്ള കാശ് എങ്ങനെ കിട്ടാൻ കാരണക്കാരി ആരാ? അത് ഞാൻ തന്നെ. നീയാണോ ഇതിനെ കാരണക്കാരി? നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് കിട്ടാൻ കാരണക്കാരി ഞാനാണ്. അതിനിപ്പോൾ എന്ത് വേണം? നീ പനിയായിട്ട് കിടന്നപ്പോൾ നിൻ്റെ അടുത്ത് ഡിസൈൻ വരയ്ക്കെന്ന് പറഞ്ഞത് ഞാനല്ലേ. 2 രൂപയുടെ ഗുളികയിൽ ഒതുങ്ങി, കിട്ടിയതോ 10 ലക്ഷം രൂപയുമാണ്. അപ്പോൾ അതിന് കാരണക്കാരി ആരാ? ഞാനല്ലേ. അപ്പോൾ കൺമണി പറയും, ഇല്ല, ഈ ഡിസൈൻ വരച്ച് കൊടുത്താണ് എനിക്ക് പനി വന്നത്, അപ്പോൾ ഇതിന് തക്ക പ്രതിഫലം കിട്ടേണ്ട കാരണക്കാരി ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ധനലക്ഷ്മിയുടെ മുഖത്ത് സങ്കടമാണ് വരണം. ഇത് കഴിഞ്ഞ് സുജി അമ്പലത്തിൽ നടന്ന കാര്യം വന്ന് സാഗറിനടുത്ത് പറയുകയാണ്, എന്നെ ഇതുപോലെ ബലരാമൻ്റെ അമ്മ കണ്ടിരുന്നു, എന്നിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ബലരാമൻ്റെ അമ്മയാണ്, ഞങ്ങളുടെ കമ്പനിയുടെ പേര് BR ഗ്രൂപ്പ് എന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്ന് സാഗറിൻ്റെ അടുത്ത് പറയുമ്പോൾ സാഗർ പറയുന്നു, അവർ കൃത്യമായിട്ട് എല്ലാ ഇതും നമ്മളെ അടുത്ത്
എല്ലാ കാര്യവും നമ്മളെ അറിയിച്ചതാണെന്ന് പറയും. അപ്പോൾ ആൻറ്റിയമ്മ പറയും 30 വർഷം മുമ്പ് നടന്ന കാര്യം മറ്റൊരു രീതിയിൽ ആവർത്തിക്കുകയാണ് എന്ന് ആൻറ്റിയമ്മ പറയും. അപ്പോൾ സാഗർ പറയുകയാണ്, മോനെ ക്രിഷ്, നമ്മൾ ബലരാമനെ കണ്ടെത്തുന്നതിന് മുമ്പ് ബലരാമൻ നമ്മളെ കണ്ടെത്തി കഴിഞ്ഞു. വിഷമത്തോടെയാണ് സാഗർ കൃഷിനോട് പറയുന്നത്. ഇത് കഴിഞ്ഞ് ധനലക്ഷ്മിയാണെങ്കിൽ കൺമണിക്ക് ഡിസൈനിന് പ്രതിഫലമായി കിട്ടിയ 10 ലക്ഷം രൂപ കൈക്കലാക്കിയിരിക്കുന്നു. എന്ത് കള്ളത്തനം പറഞ്ഞെന്ന് അറിഞ്ഞോടെ അവകാശി കൈക്കലാക്കി. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.